മലർന്നു കിടന്ന് കാലുകൾ ചേർത്ത് വെച്ച് കൈകൾ ശരീരത്തോട് ചേർത്ത് വെച്ച് ശ്വാസം എടുത്തുകൊണ്ട് കാൽ പൊന്തിക്കുകയും ശ്വാസം വിട്ടുകൊണ്ട് കാൽ താഴ്ത്തുകയും ചെയ്യുന്നതാണ് മേരുദണ്ഡാസനം. ഉദ്ധിത ഏകപാദാസനം എന്ന് പറയുന്നവരുണ്ട്. ഓരോ കാലുകൾ മാറി മാറി ചെയ്യുന്ന പോലെ തന്നെ രണ്ടു കാലുകൾ ചേർത്ത് ഒരുമിച്ച് ഉയർത്തുകയും താഴ്ത്തുകയും ചെയ്യുന്നുണ്ട്. മഹാമേരുദണ്ഡാസനം ശ്രമിച്ചു നോക്കാം. കിടക്കുകയാണ്. കിടക്കുമ്പോൾ ഒരിക്കലും നേരെ ബാക്കോട്ട് ചായാൻ പാടില്ല. ഏതെങ്കിലും ഒരു വശം തിരിഞ്ഞു മാത്രം കിടന്ന് പിന്നെ പതിയെ മലർന്നു വരാം. ഇപ്പോൾ കാലുകൾ ചേർത്ത് വെച്ചിരിക്കുന്നു, കൈകൾ ശരീരത്തോട് ചേർത്ത് വെച്ചിരിക്കുന്നു, കമഴ്ത്തിയാണ് വെച്ചിരിക്കുന്നത്. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാല് ഉയർത്തുകയാണ്. പറ്റുന്നത്രയും ഉയർത്തിയാൽ മതി. കാല് രണ്ടും നേരെ തന്നെ വെക്കണം. ശ്വാസം വിട്ടുകൊണ്ട് കാല് താഴ്ത്തുകയാണ്. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാൽ ഉയർത്തുന്നു. ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കാൽ താഴ്ത്തുന്നു. ശ്വാസം എടുത്തുകൊണ്ട് വലത് കാൽ ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തി. ശ്വാസം എടുത്തുകൊണ്ട് ഇടത് കാൽ ഉയർത്തി ശ്വാസം വിട്ടുകൊണ്ട് ഇടത് കാൽ താഴ്ത്തി വെച്ചു. റിപ്പീറ്റ് ചെയ്യാം. ശ്വാസം എടുക്കുന്നു, വലത് കാൽ ഉയർത്തുന്നു, ശ്വാസം വിട്ട് താഴ്ത്തുന്നു, ശ്വാസം എടുത്ത് ഇടത് കാൽ ഉയർത്തുന്നു, ശ്വാസം വിട്ട് താഴ്ത്തുന്നു. അവസാനം എത്തിക്കാം. കാലുകൾ അകത്തി വെച്ച് കൈകൾ വളർത്തി കുറച്ച് അകത്തി വെച്ച് ശ്വാസം പൂർണ്ണമായി ഉള്ളിലേക്ക് എടുക്കാം. ശ്വാസം പതിയെ വിടാം. ഒന്നുകൂടെ ശ്വാസം എടുക്കാം. ശ്വാസം പതിയെ വിടാം. ഒന്നുകൂടെ ശ്വാസം എടുക്കുന്നു. ശ്വാസം പതിയെ വിടുന്നു. കാലുകൾ ചേർത്ത് വെക്കുന്നു. കൈകൾ ചേർത്ത് കൈകൾ ശരീരത്തോട് ചേർത്ത് കമഴ്ത്തി വെക്കുന്നു. ബാക്ക് പെയിൻ ഉള്ളവർ ഇത് ചെയ്യേണ്ട. നേരത്തെ ചെയ്ത പോലെ കാലുകൾ ഓരോന്നായി മാറി മാറി ഉയർത്തിയാൽ മതി. ശ്വാസം എടുത്തുകൊണ്ട് രണ്ട് കാലുകൾ ചേർത്ത് ഉയർത്തുകയാണ്. ചിന്തിക്കുക, ബാക്ക് പെയിൻ ഉള്ളത് ഓരോരോ കാലുകളായി മാത്രം ചെയ്താൽ മതി. ശ്വാസം എടുത്തുകൊണ്ട് കാൽ ഉയർത്തുകയാണ്. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുന്നു. ശ്വാസം എടുത്തുകൊണ്ട് വീണ്ടും ഉയർത്തുന്നു. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുകയാണ്. ശ്വാസം എടുത്തുകൊണ്ട് ഉയർത്തുന്നു. ശ്വാസം വിട്ടുകൊണ്ട് താഴ്ത്തുന്നു. എപ്പോഴും കാലുകൾ പരമാവധി നേർരേഖയിൽ തന്നെ വെക്കുവാൻ ശ്രദ്ധിക്കണം. കാലുകൾ വിട്ടുവെച്ച് കൈകൾ മലർത്തി കുറച്ച് വിട്ടുവെച്ച് നേരത്തെ ചെയ്ത പോലെ ശ്വാസം പൂർണ്ണമായും ഉള്ളിലേക്ക് എടുത്ത് പതിയെ പതിയെ എത്തിക്കുകയാണ്. ഇന്നത്തേക്ക് ഇത്രയും മതി. നിങ്ങൾക്ക് സൗകര്യപ്രദമായ ഏതെങ്കിലും ഒരു വശത്തേക്ക് ചെരിഞ്ഞ് പതിയെ കൈകുത്തി എഴുന്നേൽക്കാം. വീണ്ടും കുറച്ചുകൂടെ ആസനങ്ങൾ ചേർത്തുകൊണ്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. നന്ദി, നമസ്കാരം.